നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് വരുന്നത് ഹാങ്ങിങ് ഗാർഡൻ കൽവ. അപ്പോൾ നമ്മൾ ഒരു 4:30 കഴിയുമ്പോൾ നമ്മൾ അവിടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏകദേശം ഒരു 1 hour 20 minutes കഴിയുമ്പോൾ നമുക്ക് കൽബയിലെത്തും. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വട്ടം ഇതിനിവിടെ പോയിട്ടുണ്ടായിരുന്നു, എന്നാലും വീണ്ടും ഒന്നുകൂടി ഇന്ന് ഹിബയുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇന്ന് വീണ്ടും പോകുന്നത്. രണ്ട് സൈഡിലും ഫുൾ മൗണ്ടൻസ് ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് രണ്ട് സൈഡിലും കൽബയിലോട്ട് പോകുമ്പോൾ. ബാക്കിയുള്ളവർ നിർത്തുന്നത് കണ്ടിട്ട് നമ്മളൊരു ഏരിയ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു 20 minutes നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ബ്യൂട്ടിഫുൾ ലേക്കൊക്കെ ആയിരുന്നു, ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ലേക്കൊക്കെ ആയിരുന്നു. നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും കൽബയിലോട്ട് ഡ്രൈവ് ചെയ്തു. പോണ വഴിക്ക് നമ്മൾ ഹിബയ്ക്ക് ചായ കുടിക്കാൻ ഒരു 20 minutes ഒരു കഫ്റ്റീവ് വേണ്ടി നിർത്തി. അപ്പോൾ അത്യാവശ്യം നമ്മൾ ലേറ്റായി കൽബയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ കൽബയിൽ എത്തി. വിചാരിച്ച പോലെ ആയിരുന്നില്ല, സമ്മർ ആയിരുന്നിട്ടും ചൂടൊക്കെ അവഗണിച്ചുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഫാമിലീസും നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. എമൗണ്ട് വെർത്താണ്. കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, പാർക്കുണ്ട്, ഫുഡ് വെച്ച് കഴിക്കാനുള്ള ഏരിയാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റെപ്സ് കയറാൻ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അടിയിലേക്കുള്ളതൊക്കെ. നമ്മൾ അങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി മുകളിലൊക്കെ എത്തി. മുകളിൽ കയറുമ്പോൾ രണ്ട് സൈഡിലും ഫുള്ള് ബോഗൺവില്ല കാണാം. ഹൈസ് കുറേ ബോഗൺവില്ല എടുത്ത് പൊട്ടിച്ച് നശിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹിബയുടെ എന്തൊക്കെയോ വീഡിയോസ് ഞാൻ ക്യാപ്ചർ ചെയ്തു. എന്തൊക്കെയോ കാട്ടിക്കുട്ടലുകൾ എന്ന് പറയാം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ടായിരുന്നു ഹിബ ബോഗൺവില്ലയിൽ. അതിനുശേഷം ഹൈസുവിൻ്റെ വക ഒരു ക്യൂട്ട് പ്രപ്പോസൽ സീനൊക്കെ നിങ്ങൾക്ക് കാണാം. ഗൈസ്, വെരി ക്യൂട്ട് പ്രപ്പോസൽ സീൻ. പിന്നെ നമ്മൾ ചെറിയ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തു. നല്ലൊരു വ്യൂ ഡെസ്റ്റിനേഷനാണ്. ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു എസ്പെഷ്യലി വിൻ്ററിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. നമുക്കിവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം മുകളിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 night ആയതുകൊണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ ഓൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ല ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനാണ്, എസ്പെഷ്യലി ഫോർ ഫാമിലീസ്. നമ്മൾ അങ്ങനെ അടിയിലേക്ക് പതുക്കെ സ്റ്റെപ്സൊക്കെ ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് നെക്സ്റ്റ്. ഗൈസ്, താങ്ക് യു.